ാംബരം കരവിരാജിതശങ്കചക്രകൗമോദകേസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഒരു മഹാരാജാവിൻ്റെ ഒരു സൈന്യാധിപൻ്റെ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അംഗദൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ അദ്ദേഹത്തിൻ്റെ പത്നി വളരെയധികം ഭഗവാനോട് ഭക്തിയുള്ള ഒരു ഭാര്യയായിരുന്നു. അദ്ദേഹം പതിവ്രതയായിരുന്നു, വളരെയധികം ഭക്തി ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഈ അംഗദൻ എന്ന് പറയുന്ന ആൾക്ക് യാതൊരു ഭക്തി ഉണ്ടായിരുന്നില്ല. ഇതിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി എത്രയോ തവണ അപേക്ഷിച്ച് നോക്കി അദ്ദേഹത്തിനോട്. പക്ഷേ അദ്ദേഹത്തിന് ഇതിലൊന്നും ഭഗവാനിൽ യാതൊരു വിശ്വാസമില്ല. ഈ പത്നിക്കാണെങ്കിൽ, ഭാര്യയ്ക്കാണെങ്കിൽ ഭഗവാനോട് മാത്രമേ വിശ്വാസമുള്ളൂ, സ്നേഹമുള്ളൂ. അത്രയും തീവ്രമായ ഭക്തിയായിരുന്നു അവർക്ക് എന്നാണ്. അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എൻ്റെ ഭർത്താവിന് മനസ്സിനൊരു മാറ്റം വരുത്തണേ എന്ന് എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരുടെ പ്രാർത്ഥനയൊന്നും തീരെ ഫലിച്ചില്ല എന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഇവരെന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ അവരെ മനസ്സുകൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. മനസ്സുകൊണ്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് വേണ്ട എല്ലാ സേവകളും ചെയ്യും, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. പക്ഷേ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച വിധത്തിലായി എന്നാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ ഭർത്താവ് ആലോചിച്ചു, തനിക്ക് എല്ലാം ഭാര്യ ചെയ്തു തരുന്നുണ്ട്, പക്ഷേ മുമ്പത്തെ പോലുള്ള അടുപ്പം തന്നോട് കാണിക്കുന്നില്ല, മാനസികമായിട്ട് എന്തോ അകൽച്ച ഉള്ളതുപോലെ. കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവിടുന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നാണ് പറയണത്. അങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹം അലഞ്ഞ് നടന്ന് അവസാനം അദ്ദേഹം ആലോചിക്കുകയാണ്, തനിക്ക് ഭാര്യയുടെ ആ വാക്കുകൾ ഓർമ്മ വരാൻ നിങ്ങളൊന്ന് വിശ്വസിക്കുമോ ഭഗവാനെ, ഒന്ന് വിശ്വസിച്ച് ഭഗവാനെ സേവിക്കുമോ, മനുഷ്യന് ശരീരം കിട്ടിയാലല്ലേ ഭഗവാനെ സേവിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ എത്ര ഭാര്യ പറഞ്ഞതൊക്കെ അദ്ദേഹത്തെ ഓർമ്മ വരാം. എന്നാലും അദ്ദേഹത്തിന് സ്വന്തം അഭിമാനം കൊണ്ട് ഗൃഹത്തിലേക്ക് തിരിച്ചു പോകാനും സാധിക്കില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം അലഞ്ഞ് നടന്ന് ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും, അപ്പോഴും സേനാധിപൻ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ അന്വേഷിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു അദ്ദേഹം. അവസാനം അദ്ദേഹം ഒരു ശാസ്ത്രികൾ, അതായത് ഒരു പണ്ഡിറ്റ്ജി ഭഗവാന്റെ കഥകൾ പറയുമായിരുന്നു. അങ്ങനെ അത് പറയുന്ന സമയത്ത് ജഗന്നാഥൻ്റെ മഹിമയെക്കുറിച്ചിട്ട്, പുരി ജഗന്നാഥൻ്റെ മഹിമയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, അവിടുത്തെ രൂപത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിന് ചെറിയൊരു താല്പര്യം തോന്നിയെന്നാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് കുറേശ്ശെ സത്സംഗങ്ങൾക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ആ സത്സംഗത്തിൽ കൂടെ അദ്ദേഹത്തിന് മനസ്സിന് ചെറിയ മാറ്റങ്ങൾ വന്നു. അദ്ദേഹം ആലോചിക്കുകയാണ്, എല്ലാവരും പലതും ഭഗവാന് സമർപ്പിക്കണം, എനിക്കാണെങ്കിൽ ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഒന്നും ഇല്ല. അപ്പോൾ അദ്ദേഹം സൈന്യാധിപനാണ്, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ സൈന്യാധിപൻ തന്നെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ രാജകൊട്ടാരത്തിൽ ഒരു വിശേഷപ്പെട്ട രത്നം ഉണ്ടായിരുന്നു. ആ രത്നം അദ്ദേഹം അപഹരിച്ചെടുത്തു, അവിടുന്ന് മോഷ്ടിച്ചു. അദ്ദേഹം രാജകൊട്ടാരത്തിൽ രത്നം കാണാനില്ല, ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം ഈ രത്നം കാണാനില്ല. അവിടെ അംഗദൻ എന്നുള്ള സൈന്യാധിപനെയും കാണാനില്ല, രത്നവും കാണാനില്ല. ആളുകൾ അന്വേഷിച്ച് നടക്കാൻ ഇറങ്ങിയ രാജാവ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വിലട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കൊലക്കുറ്റത്തിന് അദ്ദേഹത്തിനെ ശിക്ഷിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞ് നടന്ന് അവസാനം അദ്ദേഹം എത്തിച്ചേർന്നു, ഒരു സത്സംഗത്തിൽ എത്തിച്ചേരുന്നു. ആ സത്സംഗത്തിൽ വെച്ചിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നേരെ സ്ത്രീകളുടെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ആ ഭാര്യയ്ക്ക് സന്തോഷമൊക്കെ തോന്നി, എന്നാലും അത് പുറമേക്കൊന്നും പ്രകടിപ്പിച്ചില്ല എന്നാണ്. അങ്ങനെ ഇദ്ദേഹം ഈ രത്നവുമായിട്ട് നേരെ പോയത് ജഗന്നാഥൻ്റെ ക്ഷേത്രത്തിൽ, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ പണ്ഡിറ്റ്ജിയോട് പറഞ്ഞിട്ട്, ഇതാ ഈ രത്നം എൻ്റെ ഭഗവാന്റെ ആ ശിരസ്സിൽ അണിയിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ആ രത്നം ഭഗവാന്റെ ശിരസ്സിൽ അണിയിച്ചു. അദ്ദേഹം അവിടുന്ന് അദ്ദേഹം പിന്നെയും സത്സംഗങ്ങളൊക്കെ അദ്ദേഹം യാത്ര തിരിച്ചു. എന്നാൽ ഇദ്ദേഹത്തിനെ കാണാതെ രാജാവ് അന്വേഷിച്ച് നടന്ന് അവസാനം ഇദ്ദേഹം എവിടെയോ വീണിട്ട് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെത്തി വീണ്ടും ഭഗവാനെ കണ്ട് നമസ്കരിച്ചു. അദ്ദേഹം അവിടെ നമസ്കരിച്ചത് പിന്നെ എഴുന്നേറ്റില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ രാജാവ് അന്വേഷിച്ച് വന്നിട്ട് ഇദ്ദേഹം അങ്ങനെ നമസ്കരിച്ച് കിടക്കുന്നതിൻ്റെ അടുത്താണ് രാജാവ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ രാജാവ് ശ്രദ്ധിക്കുകയാണ്, ഈ മോഷ്ടിക്കപ്പെട്ട രത്നം ഇപ്പോൾ എവിടെ? ജഗന്നാഥൻ്റെ ശിരസ്സിൽ ആ രത്നത്തിനെ കണ്ടു. അപ്പോൾ ഈ തൻ്റെ സൈന്യാധിപനോട് വളരെയധികം കരുണ തോന്നി രാജാവിന്. പക്ഷേ അദ്ദേഹം ആ നമസ്കരിച്ചത് ജഗന്നാഥൻ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. ഭഗവാന്റെ ലോകത്തിലേക്ക് അദ്ദേഹത്തിന് പോവാൻ സാധിച്ചു. എന്തേ കാരണം? ആ സത്സംഗത്തിൻ്റെ മഹിമയാണ് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ കാരണം എന്നാണ് പറയുന്നത്. സത്സംഗം സത്സംഗത്തിൽ സദാം പ്രസംഗാൻ മമ വീര്യ സംവേദ ഭവനിഹൃൽ കർണരസായന കഥ. സത്സംഗത്തിൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കും നമ്മൾക്ക്. അങ്ങനെ ആ കഥകൾ കേൾക്കാൻ ഹൃൽ കർണരസായന കഥ എന്നാണ് പറയുന്നത്. ഹൃദയത്തിനും പിന്നെ ചെവികളൊക്കെ രസായനം പോലെയാണ് ഈ കഥകൾ. ഇത് നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും ഭഗവാനെ സേവിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഭൗതികമായ മോഹങ്ങളൊക്കെ ഇല്ലാതെയാവും. ഒരേ ഒരാഗ്രഹം മാത്രം, ഭഗവാനെ സേവിക്കുക എന്നതൊരു ആനന്ദമായിട്ട് മാറും എന്നാണ്. അങ്ങനെ ആനന്ദമായി മാറുന്ന സമയത്ത് നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള ആ കർമ്മദോഷങ്ങളെല്ലാം കുറേശ്ശെ ഇല്ലാതായി തീരും. പിന്നെ നമ്മൾക്ക് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാതെ, ശ്രീ ഗുരുവായൂരപ്പനെ കാണാതെ, ഈ നാമം ജപിക്കാതെ, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാതെ ഒരു നിമിഷവും ഇരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ഉയരുമെന്നാണ്. അങ്ങനെ വരുന്ന സമയത്താണ് അവർ കാണുന്നത് എന്തും ഭഗവാന്റെ മഹിമയായിരിക്കും, ഭഗവാന്റെ രൂപമായിരിക്കും. കേൾക്കുന്നത് എന്തും ഭഗവാന്റെ മഹിമയായിരിക്കും. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് എന്തും ഭഗവാനെ കുറിച്ചിട്ടായിരിക്കും. അങ്ങനെ ആത്യന്തികമായിട്ട് ആ ഒരു പൂർണ്ണമായിട്ടും പരിശുദ്ധമായ അവസ്ഥയിലേക്ക് ആ ഭക്തൻ എത്തിച്ചേരുന്ന സമയത്ത് ഭക്തനെ തൻ്റേതായി സ്വീകരിക്കും എന്നാണ്. അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഈ അംഗദൻ എന്നുള്ള സൈന്യാധിപൻ്റെ കഥയെക്കുറിച്ച് ആചാര്യന്മാർ പറയാറുള്ളത്. ഹരേ കൃഷ്ണ.